ഗുണ്ടാ കുടിപ്പക പതിവായി അരങ്ങേറുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ ശ്രീകാര്യം. ക്രിമിനൽ സംഘങ്ങളടക്കം നിരവധി പേരുടെ ചോര വീണ മണ്ണ്. കഴിഞ്ഞ രാത്രിയിലും അവിടെ ഒരു ഗുണ്ടാ കുടിപ്പകയുണ്ടായി. ശ്രീകാര്യത്തിന് സമീപം പൗടിക്കോണത്താണ് കൊലക്കേസ് പ്രതി ജോയിയെ 3 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ജോയിയുടെ സുഹൃത്തുക്കളായ 3 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്നും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് ഇരുകാലുകളും വെട്ടേറ്റ് തൂങ്ങിയ നിലയിൽ ജോയിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പുലർച്ചെ മരണം സംഭവിച്ചു. രാത്രി 9 പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു ആക്രമണം. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശി വെട്ടുകത്തി ജോയ് കാപ്പ കേസിൽ ജയിലിലായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ജോയ് പുറത്തിറങ്ങിയത്. തുടർന്ന് കൂലിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവുകയായിരുന്നു. ഇന്നലെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാറിലെത്തിയ 3 അംഗ സംഘമാണ് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയത്. ഓട്ടോറിക്ഷ ഉൾപ്പെടെ അടിച്ചു തകർത്തതിന് ശേഷമായിരുന്നു ആക്രമണം. നട റോഡിലിട്ടായിരുന്നു ആയുധങ്ങൾ ഉപയോഗിച്ച് ജോയിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരു കാലുകളും വെട്ടേറ്റ് തൂങ്ങിയ നിലയിൽ ജോയിയെ ശ്രീകാര്യം പോലീസാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പുലർച്ചെയോടെ മരണം സംഭവിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. കുറ്റ്യാണി സ്വദേശികളായ അൻഷാദ്, അൻവർ ഹുസൈൻ, സജീർ എന്നിവർക്കായി തെരച്ചിലാരംഭിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. ഇവർ സഞ്ചരിച്ച കാറിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. തനിക്ക് ഭീഷണിയുണ്ടെന്ന് വട്ടപ്പാറ സ്റ്റേഷനിൽ ജോയ് പരാതിപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. ആക്രമണം നടത്തിയത് ജോയിയുടെ സുഹൃത്തുക്കളാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.